വെൽക്കം ടു എൽ എം തിങ്. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ അരിത്തമാറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണികൾ എന്ന 1ാം ചാപ്റ്ററിലെ പൊസിഷൻ ആൻഡ് ടേം. എന്താണ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം, ടേം എന്ന് പറഞ്ഞാൽ പദങ്ങൾ. സ്ഥാനങ്ങളെയും പദങ്ങളെയും കുറിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു സമാന്തര ശ്രേണി എഴുതാം, അരിത്തമാറ്റിക് സീക്വൻസ് എഴുതാം. 2, 12, 22 പോവുക. ഇവിടെ നോക്കിക്കേ, ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്കറിയാം. 12ൽ നിന്ന് 2 പോയാൽ 10, 22ൽ നിന്ന് 12 പോയാൽ 10. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്കറിയാം. എത്രയാണ് കോമൺ ഡിഫറൻസ്? ഈക്വൽസ് 12 മൈനസ് 2 10. 22 മൈനസ് 12 ചെയ്താലും 10 തന്നെ കിട്ടും. അപ്പം ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. 1ാമത്തെ പദം, 2ാമത്തെ പദം, 3ാമത്തെ പദം. ഇനി ഇവിടെ നോക്കിക്കേ, ഈ 2ാമത്തെ പദത്തിന് എനിക്ക് 3ാമത്തെ പദമാക്കി എഴുതണം. ഞാൻ വേറൊരു സീക്വൻസ് ആയിട്ട് തന്നെ നിങ്ങൾ കരുതുക. 2, 12. ഇവിടെ 1ാമത്തെ ആള് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, 3ാം പദമാക്കി. ആദ്യം ഈ ശ്രേണിയിൽ 1ാം പദവും ഇത് 2ാം പദമായിരുന്നു. ഈ 2ാം പദത്തിനെ ഞാൻ 3ാം പദത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പം നമുക്ക് ഇവിടെ 2ാമത്തെ പദം ഇല്ല, ഒഴിഞ്ഞിടക്കാം അല്ലേ. അപ്പോൾ ഈ 2ാമത്തെ പദത്തിന് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? പൊതുവ്യത്യാസം വേണ്ടേ? 10 കൂട്ടി 10 കൂട്ടി അടുത്ത് കിട്ടണമെങ്കിലും 10 10 വീതം കൂട്ടി പോയാൽ മതി. അതാണ് ഈ 10നെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ്, അതായത് പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു പൊതുവ്യത്യാസം കൂട്ടുമ്പോഴല്ലേ 2ാമത്തെ കിട്ടുക, 2ാമത്തേന്ന് ഒരു പൊതുവ്യത്യാസം കൂട്ടുമ്പോഴല്ലേ 3ാമത്തേത് കിട്ടുക. അപ്പോൾ ഇവിടെ ഒരു പൊതുവ്യത്യാസമുണ്ട്. പൊതുവ്യത്യാസത്തിന് ഞാൻ ഡി എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ CD എന്ന് എഴുതാം. കോമൺ ഡിഫറൻസ് ഷോർട്ടായിട്ട് എഴുതാം. ഇവിടെ ഒരു കോമൺ ഡിഫറൻസ്, ഇവിടെ ഒരു കോമൺ ഡിഫറൻസ്. 2ൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ, അതായത് 1ാം പദത്തിൽ നിന്ന് ഒരു പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ 2ാം പദം കിട്ടും. 2ാം പദത്തിനോട് ഒരു പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ 3ാമത്തെ പദം കിട്ടും. അപ്പോൾ 2 പൊതുവ്യത്യാസമാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത്. 2 കോമൺ ഡിഫറൻസാണ്. ഇത്രയും നമ്മൾ കൂട്ടിയിരിക്കുന്നത് 2 കോമൺ ഡിഫറൻസ്. അപ്പം 2നോട് 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ നമ്മൾ എവിടെ എത്തി? 12ലെത്തി, 12. അപ്പോൾ 2 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ തമ്മിലെ വ്യത്യാസമല്ലേ? നോക്കിക്കേ, 2 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 12ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം ആണ്. അപ്പോൾ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. അപ്പോൾ 2 പൊതുവ്യത്യാസം 10 ആണെങ്കിൽ ഒരു പൊതുവ്യത്യാസം എത്ര നമുക്കറിയാം അല്ലേ? കോമൺ ഡിഫറൻസ് ഒരെണ്ണം എത്ര? 10നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 5 എന്ന് കിട്ടും. അപ്പം നമുക്ക് പുതിയൊരു ശ്രേണി കിട്ടും, പുതിയൊരു സീക്വൻസ് കിട്ടും, അരിത്തമാറ്റിക് സീക്വൻസ് കിട്ടും. അതെന്താന്ന് നോക്കിക്കേ, 2നോട് 5 കൂട്ടുന്നു 7, 7നോട് 5 കൂട്ടുമ്പോൾ 12. ഇവിടെ 5 കൂട്ടി, ഇവിടെ 5 കൂട്ടി അല്ലേ? അപ്പം നോക്കിക്കേ, നമുക്ക് വേറൊരു ശ്രേണിയാണ് കിട്ടിയിരിക്കുന്നത്. 2, 7, 12, അടുത്ത എത്രയായിരിക്കും? 17. ഇങ്ങനെ പോകും. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? കോമൺ ഡിഫറൻസ് 5 ആയിരിക്കും. എത്രയായിരിക്കും കോമൺ ഡിഫറൻസ്? 5. 5 കോമൺ ഡിഫറൻസ് ഈക്വൽസ് 5. മനസ്സിലായോ? അപ്പം ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഇതിനെയാണ് നമ്മൾ 1ാമത്തെ പൊസിഷൻ, 2ാമത്തെ പൊസിഷൻ, 3ാമത്തെ പൊസിഷൻ, അതായത് 3ാം സ്ഥാനം. അപ്പോൾ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവർ 1ാം സ്ഥാനക്കാർ, അതിൽ കുറച്ച് മാർക്ക് കുറവുള്ളവർ 2ാം സ്ഥാനക്കാർ. അതുപോലെ 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം. പക്ഷേ ഈ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും ഉള്ള സംഖ്യകൾ വേറെയാണ്. 2 ആണ്, 12 ആണ്, 22 ആണ് അല്ലേ? അപ്പോൾ ഇതിനെല്ലാം എന്താണ്? 2, 12, 22 എല്ലാം നമ്മൾ എന്താ പറയും? ടേം എന്ന് പറയും. എന്താ പറയും? ടേം. എന്താണ്? പദങ്ങൾ.
ഈ ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? പൊസിഷൻ എന്ന് പറയും. മനസ്സിലായോ? പൊസിഷൻ ആൻഡ് ടേം. ഇതാണ് പൊസിഷൻ ആൻഡ് ടേം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം 24, 42 ഡാഷ് ഡാഷ്, രണ്ട് സർക്കിളാണ് കൊടുത്തിരിക്കുന്നത്. ആ സർക്കിളിൽ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം ഫുള്ളായിട്ട് വായിക്കുകയാണെങ്കിൽ, each of the arithmetic sequences below some of the terms are not written but indicated by circles. Find out these numbers. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് അറിയാം അല്ലേ? ഇത്ര കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 42 മൈനസ് 24 എത്ര വരും? 12 മൈനസ് 4 8, 3 മൈനസ് 2 1, 18 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് 18 എന്ന് കിട്ടും. ഈ 18 42ൻ്റെ ഇപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 18. അപ്പോൾ ആ 18 ഇങ്ങോട്ട് ആഡ് ചെയ്തോ മൂന്നാമത്തെ കിട്ടും. വീണ്ടും ഒരു ആ നമ്പറിനോട് 18 ആഡ് ചെയ്യുമ്പോൾ നാലാമത്തെ പദം കിട്ടും. അതായത് 42 പ്ലസ് 18 എത്ര കിട്ടും? 60 കിട്ടും. 60ൻ്റെ കൂടെ 18 കൂടെ കൂട്ടണം. എത്ര കിട്ടും? 78. അപ്പോൾ നമ്മുടെ ബ്ലാങ്ക്സ് സർക്കിൾ വച്ചിരിക്കുന്നതിൻ്റെ ആൻസർ ഏതൊക്കെയാണ്? 60ഉം 78ഉമാണ്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. സർക്കിൾ 24, 42 സർക്കിൾ. ഇനി നിങ്ങൾ ഇതിൻ്റെ ആൻസർ പറയും. നിങ്ങൾക്ക് കണ്ടുപിടിക്കുക എളുപ്പമാണ്. നോക്കേ, 24ൻ്റെയും 42ൻ്റെയും എന്താണ് കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എന്നിട്ട് മുന്നിലത്തെ ടേം കാണണമെങ്കിൽ 24ൽ നിന്ന് ആ കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. പിന്നിലത്തെ ടേം കാണണമെങ്കിൽ ഈ ടേമിനോട് കൂട്ടണം കോമൺ ഡിഫറൻസ്. ഇത് 24 42ൻ്റെയും കോമൺ ഡിഫറൻസ് നമുക്ക് ഇവിടെ കണ്ടത് തന്നെയാണ്, 18 അല്ലേ? അപ്പം ഫസ്റ്റ് ടേം കാണാൻ എന്ത് ചെയ്യണം? 24 മൈനസ് 18, 24ൽ നിന്ന് 18 പോയാൽ എത്ര കിട്ടും? 6 കിട്ടും. ഇത് ഫോർത്ത് ടേം ആണ് അല്ലേ? ഫോർത്ത് ടേം കിട്ടാൻ എന്താ ചെയ്യണം? 42ൻ്റെ കൂടെ 18 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? 60 എന്ന് കിട്ടും അല്ലേ? 42ൽ നിന്ന് 18 പോയാൽ എത്ര? 42ൽ നിന്ന് 24 പോയാൽ 18 കിട്ടും. ആ 18 24ൽ നിന്ന് കുറച്ചപ്പോൾ നമുക്ക് ആദ്യത്തെ ടേം കിട്ടി. 42 ഇവിടെ 18 കൂട്ടിയപ്പോൾ നാലാമത്തെ ടേം കിട്ടി. ഇത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം ഞാൻ അപ്പുറത്തോട്ട് എഴുതാം. മൂന്നാമത്തെ ചോദ്യം, അടുപ്പിച്ച് രണ്ട് സംഖ്യകൾ തന്നിട്ടില്ല. സർക്കിൾ സർക്കിൾ 24 42. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി തന്നെയാണ് ഈ സംഖ്യകൾ മാറ്റാതെ ഇട്ടിരിക്കുന്നത് അല്ലേ? 24ഉം 42. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്കറിയാമല്ലോ, 24ഉം 42. കോമൺ ഡിഫറൻസ് 18 ആണത് ആദ്യം മുതലുള്ള ചോദ്യത്തിൽ ഉണ്ട്. അപ്പം ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം. അപ്പോൾ നമുക്ക് ആദ്യം സെക്കൻഡ് ടേം കാണാം, എന്നിട്ട് ഫസ്റ്റിലേക്ക് പോകാം. പോരെ? സെക്കൻഡ് ടേം ഈക്വൽസ് 24 മൈനസ് 18 എത്ര വരും? 6 അല്ലേ? ഇത് 6 കിട്ടും. പിന്നെ ഫസ്റ്റ് ടേം കാണാം. സെക്കൻഡ് ടേമിൽ നിന്ന് വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. സെക്കൻഡ് ടേം എത്ര? 6. 6ൽ നിന്ന് കോമൺ ഡിഫറൻസ് ആയ 18 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ഇത് നെഗറ്റീവാണ് വരുന്നത്. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ കുറച്ചിട്ട് നെഗറ്റീവ് സൈൻ ഇടണം. അപ്പോൾ നമുക്ക് ആൻസറായി എന്തൊക്കെ ആൻസർ കിട്ടി? -12 and 6. -12 6 പിന്നെ എന്തോ 24 42 ഇങ്ങനെ അങ്ങ് പോകും. ഇത് രണ്ടുമാണ് നമ്മുടെ ബ്ലാങ്ക്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പം മൂന്നാമത്തെ ചോദ്യവും കഴിഞ്ഞ് ഇനി നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം.
നാലാമത്തെ ചോദ്യം 24-42 അതായത് 24-42 അപ്പം ഇവിടെ നോക്കിക്കേ 24ൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പം ഈ ടേം കിട്ടും. ഇതിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പം 42 കിട്ടും. അതായത് രണ്ട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 24ൽ നിന്ന് 1-ാം സ്ഥാനത്ത് നിന്ന് നമ്മൾ 3-ാം സ്ഥാനത്ത് 1-ൽ നിന്ന് 3-ൽ എത്തണമെങ്കിൽ 1-ാം സ്ഥാനത്ത് നിന്ന് 3-ാം സ്ഥാനം എത്തണമെങ്കിൽ 1-ൻ്റെ കൂടെ 2 1-ഉം 2ഉം അല്ലേ 3. അപ്പോൾ 1-ാം സ്ഥാനത്ത് നിന്ന് 3-ാം സ്ഥാനം എത്തണമെങ്കിൽ 1 + 2 3, അതായത് 1-ൻ്റെ കൂടെ 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അന്നേരം ഒരു കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 2 സംഖ്യകളിൽ നിന്ന് സംഖ്യകൾ കുറച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. ഇപ്പോൾ കോമൺ ഡിഫറൻസ് കാണുന്നത് എങ്ങനെ? കോമൺ ഡിഫറൻസ് ഈക്വൽസ് 42 - 24/2. 2 കൂട്ടി എങ്ങനെയാണെന്ന് മനസ്സിലല്ലേ? 1 2 കോമൺ ഡിഫറൻസ്. 42ൽ നിന്ന് 24 പോയാൽ 8 18/2 9 എന്ന് കിട്ടും. അപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് എന്താ കിട്ടി? 9. അപ്പോൾ 24ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 32 33. 33ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ 42. 42ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ 51. അപ്പം നമ്മുടെ ആൻസർ എത്രയാണ്? 24. 24 കഴിഞ്ഞ് പിന്നെ അടുത്ത് എന്താണ്? 33. പിന്നെ 42 തന്നിട്ടുണ്ടായിരുന്നു. അടുത്ത എത്ര? 51. ഇതാണ് നാലാമത്തെ ആൻസർ. ഇനി നമ്മൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കേ. ഇത് കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്തായിരുന്നു അല്ലേ? -24-42. ഇവിടെ 2 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 42ൽ നിന്ന് 24 കുറയ്ക്കുന്ന വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് കൂട്ടി ഇവിടെ എത്തി. ഇതിൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ 42ൽ എത്തും. അപ്പോൾ 2 കോമൺ ഡിഫറൻസ് ആണ് പറയുന്നത്. 42ൽ നിന്ന് 24 കുറയുന്നതാണ്. എത്ര വരും? 18 വരും അല്ലേ? അപ്പോൾ ഒരു കോമൺ ഡിഫറൻസ് എത്ര? therefore common difference equals 18/2 9 എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? വലത്തോട്ട് പോകണമെങ്കിൽ 9 കൂട്ടണം, ഇടത്തോട്ട് പോകണമെങ്കിൽ 9 കുറക്കണം. 24 - 9 എത്ര വരും? 15 വരും. 24 + 9 എത്ര വരും? 33 വരും. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം 15 24. ഇതാണ് ഡാഷ്. 33 ഡാഷിന് വരെ ഇവിടെ സർക്കിളാണ് തന്നിരിക്കുന്നത്. അത് ഡാഷായിട്ട് കൂട്ടിയാൽ മതി. അഞ്ചാമത്തെ ആൻസർ. ഇനി ആറാമത്തെ ചോദ്യം. ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം 24-42. ഇവിടെ നോക്കിക്കേ. 24ൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ ഈ ഡാഷ് കിട്ടും. അതിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ ഈ ഡാഷ് കിട്ടും. അതിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ 42 കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിക്കേ. 1 2 3 കോമൺ. ഇവിടെ 24ൻ്റെ കൂടെ 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമ്മൾ 42ൽ എത്തുന്നത്. 24ൻ്റെ കൂടെ 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 42ൽ വരുന്നത്. അപ്പം കോമൺ ഡിഫറൻസ് ആണ് എന്ത് ചെയ്താൽ മതി? അപ്പോൾ 3 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 42ൽ നിന്ന് 24 കുറയ്ക്കുന്നതല്ലേ? 42ൽ നിന്ന് 24 കുറച്ചാൽ എത്ര കിട്ടുന്നത്? 18 അല്ലേ? നേരത്തെയും കണ്ടല്ലേ? അപ്പം 3 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ കോമൺ COM എന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ. 18.
അപ്പം കോമൺ ഡിഫറൻസ് എത്ര? കോമൺ ഡിഫറൻസ് ഈക്വൽസ് 18/3 ഈക്വൽസ് 6. 6 എന്ന് കിട്ടും. അപ്പം ഇനി നമുക്ക് ടേംസ് എഴുതിക്കൂടെ? 24 6 30, 30 6 36, 36 6 42. ഇത് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മുടെ സീക്വൻസ് 24 30 36 42 ഇങ്ങനെ. ഇതാണ് നമ്മുടെ ഡാഷ്. ഈ എക്സസൈസിലെ ചോദ്യങ്ങളൊക്കെ തീർന്നു. ഇനി അടുത്തൊരു എക്സസൈസ് ഉണ്ട്. അപ്പോൾ ഈ പഠിച്ചെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത എക്സസൈസുമായിട്ട് വരുമ്പോഴേക്കും ബൈ. ഓക്കെ.